ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പലഹാരങ്ങൾക്കൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ബീഫ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വരെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നമുക്കതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാനിവിടെ ഏകദേശം 3 വലിയ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കറിയാം കുക്കറിലിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അങ്ങനെ വഴന്ന് ആ ഒരു കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 ചെറിയുള്ളി നമ്മളിതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഉലുവ ചേർത്ത് പൊട്ടിച്ചല്ലോ, ആ സമയത്ത് തന്നെ പെരിഞ്ജീരകം ചേർത്ത് പൊട്ടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഒരു 3 ടീസ്പൂൺ അളവിലാണ് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികൾ നമ്മൾ ചേർത്തിട്ടുള്ളത് സ്പൂണ് മൊത്തത്തിൽ ഇങ്ങനെ അളന്നിട്ടാണ്, ഹീപ്ഡ് ആയിട്ടുള്ള അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നമ്മൾ ചേർക്കുന്ന എണ്ണയുടെ ടേസ്റ്റ് ആ കറീൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മറ്റ് ഓയിലുകളൊന്നും എടുത്താലൊന്നും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ ബീഫാണ്. അപ്പോൾ ഈ ഒരു 1 കിലോൻ്റെ അളവിലാണ് കേട്ടോ ഇത്രയും മസാലകൾ പറയുന്നത്. അപ്പോൾ അത് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുക്കുന്ന ബീഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നെയ്യോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇളയ ഇറച്ചി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ബീഫായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പം ആ എടുക്കുന്ന ബീഫിന് അനുസരിച്ചും ആ കറിയുടെ ടേസ്റ്റിലൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനീഗർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഥവാ ഒരുപാട് മൂത്ത ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം നല്ലതുപോലെ മിക്സായി കഴിഞ്ഞാൽ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മളതിൽ വിസിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിക്കുക. അതിനുശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് 5-6 വിസിൽ വരുത്തിക്കുക. അതിനുശേഷം പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ നമ്മൾ 5-6 വിസിലൊക്കെ വരുത്തി അതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നമ്മൾ തുറന്നു നോക്കിയതാണ്. ഉണ്ടല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് താളിച്ച് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണൽ ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അല്ലാതെ തന്നെ ഈ കറി നല്ല ടേസ്റ്റാണ്. ഇതിനൊക്കെ എക്സ്ട്രാ നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനങ്ങനെ ചേർത്തിട്ടുണ്ട്. അവസാനം ഞാൻ മിക്സ് ചെയ്ത കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പത്തിരിക്കും ഇടിയപ്പത്തിനും പലഹാരങ്ങൾക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എപ്പോഴെങ്കിലും ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കാൻ മറക്കരുത്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ.